ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അക്വാസ്റ്റിക് എമിഷൻ സെൻസർ എന്ന ടോപ്പിക്കാണ്. ഇത് ചെറിയൊരു ടോപ്പിക്കാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല, ഈ ഫിഗർ തന്നെയില്ല. നിങ്ങൾ തിയറി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ മതി. നിങ്ങളുടെ സീനിയേഴ്സിന് ഈ ക്വസ്റ്റ്യൻ 10 മാർക്സിന് ചോദിച്ചായിരുന്നു. സീനിയേഴ്സിൻ്റെ റെഗുലർ എക്സാമിന് 10 മാർക്സിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് അക്വാസ്റ്റിക് എമിഷൻ സെൻസേഴ്സ് എന്നത്. ടെക്സ്റ്റ് ബുക്കിൽ തിയറി കുറച്ച് ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് കുറച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷനും കൊടുത്തിട്ടുണ്ട്. ഈ സെൻസേഴ്സ് ബേസിക്കലി യൂസ് ചെയ്യുന്നത് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ടെസ്റ്റിങ്ങിനാണ്. അതായത് ഈ കാസ്റ്റിങ്ങിനോ അല്ലെങ്കിൽ ബീംസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രക്ചേഴ്സിൻ്റെ അകത്ത് ഇൻറ്റേർണലായിട്ടുള്ള എന്തെങ്കിലും ക്രാക്സ് ഉണ്ടാകുന്നുണ്ടോ, ഈ ഫോഴ്സൊക്കെ അപ്ലൈ ആകുമ്പോൾ ഫോഴ്സ് വരുമ്പോൾ എന്തെങ്കിലും ഇൻറ്റേർണൽ ക്രാക്സ് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ക്വാളിറ്റി ടെസ്റ്റിങ്ങിനും അതിൻ്റെ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന സെൻസേഴ്സാണ് ഈ അക്വാസ്റ്റിക് എമിഷൻ സെൻസേഴ്സ് എന്നുള്ളത്. ഈ സെൻസറിൻ്റെ വർക്കിംഗ് സത്യം പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ല, എന്നാലും ചോദിച്ചാൽ എഴുതാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക, അത്രയേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ അത്രേ പറയുന്നുള്ളൂ. ഈ ഒരു ഫിഗർ പഠിക്കാനായിട്ട് നോക്കുക. അത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം കിട്ടിയ ഫിഗറാണ്. ഈ അക്വാസ്റ്റിക് എമിഷൻ എന്ന് പറഞ്ഞാൽ, ഈ അക്വാസ്റ്റിക് എന്ന് പറഞ്ഞാൽ സൗണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡാണ് അക്വാസ്റ്റിക്. ഈ അക്വാസ്റ്റിക് എമിഷൻ ഉണ്ടാകുമ്പോൾ അത് സെൻസ് ചെയ്യാനുള്ള സെൻസേഴ്സിനാണ് അക്വാസ്റ്റിക് എമിഷൻ സെൻസർ എന്ന് പറയുന്നത്. ഈ അക്വാസ്റ്റിക് എമിഷൻ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് പൊട്ടുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാകും. പൊട്ടുന്ന ഒരു സൗണ്ട് നമുക്കറിയാമല്ലോ, ഒരു ഗ്ലാസ് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മെറ്റൽ പീസ് അതിനെ നമ്മൾ ബെൻഡ് ചെയ്ത് പൊട്ടിക്കുകയാണെങ്കിലും അത് പൊട്ടുമ്പോൾ ഒരു സൗണ്ട് അത് ഉണ്ടാക്കുന്നുണ്ട്. ആ സൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഫ്രാക്ചറായി എന്ന്. ഇപ്പം ഗ്ലാസ് ആയിരുന്നാലും അല്ലെങ്കിൽ മെറ്റലിൻ്റെ എന്തെങ്കിലും ബാർ ആയിരുന്നാലും അത് ഫ്രാക്ചർ ആകുമ്പോൾ അത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഫ്രാക്ചറായി എന്ന്. ഇപ്പോൾ ചില കമ്പോണൻസ് ഇങ്ങനെ കാസ്റ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സിൻ്റെയോ ബീംസിൻ്റെയൊക്കെ ഉള്ളിൽ അതിന് ഇൻറ്റേർണലായിട്ട് ക്രാക്സ് സംഭവിച്ചാൽ അത് നമുക്ക് ഓഡിബിൾ ആയിരിക്കത്തില്ല. അങ്ങ് ഇൻറ്റേർണലായിട്ടുള്ള ക്രാക്സ് ഈ ബീംസിലും ഒക്കെ ഉണ്ടാകുമ്പോഴും സത്യം പറഞ്ഞാൽ സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് ഫീബിളായിരിക്കും, വളരെ ഫീബിളായിരിക്കും. നമുക്ക് തന്നെ കേൾക്കാൻ ചിലപ്പോൾ സാധിക്കത്തില്ല. ചില സൗണ്ട് കേൾക്കാൻ വെക്കും. ഇപ്പം പാലത്തിലൂടെയൊക്കെ വണ്ടി പോകുമ്പോൾ അതിൻ്റെ വിള്ളിലൊക്കെ വീഴുമ്പോൾ ചിലപ്പോൾ സൗണ്ട് കേട്ടു എന്നൊക്കെ ആൾക്കാർ പറയും. എന്തായിരുന്നാലും ചില കേസിൽ സൗണ്ട് കേൾക്കാൻ ഒക്കത്തില്ല, വളരെ ഫീബിളായിട്ടുള്ള സൗണ്ട് ആയിരിക്കും. അല്ലെങ്കിൽ ഇൻഫ്രാസോണിക് അല്ലെങ്കിൽ അൾട്രാസോണിക് ആ ഫ്രീക്വൻസിയിൽ വരുന്ന സൗണ്ട് ആയിരിക്കും, നമ്മൾ ഹ്യൂമൻ ഇയേഴ്സിന് ഓഡിബിൾ ആയിരിക്കത്തില്ല. പക്ഷേ അങ്ങനത്തെ സൗണ്ട് പ്രൊഡ്യൂസ് ആവുന്നത് ഡിറ്റക്റ്റ് ചെയ്തെടുത്താൽ അതിലുള്ള ക്രാക്സ്, ഇൻറ്റേർണൽ ക്രാക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ആ പ്രിൻസിപ്പിളാണ് ഈ അക്വാസ്റ്റിക് എമിഷൻ സെൻസേഴ്സിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കുക, ഇവിടെ ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന ഒരു ബീമാണെന്ന് കരുതുക. ആ ബീം താഴെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലൊരു പോയിൻ്റ് ലോഡ്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുക. ഒരു പോയിൻ്റ് ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോയിൻ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ബീം ഇപ്പം ഈ പോയിൻ്റ് ലോഡ് താഴോട്ടാവുന്നുണ്ട്, ബീം താഴേക്ക് ബെൻഡ് ആവുകയും ഒരു പോയിൻ്റ് കഴിയുമ്പോഴേക്കും ഇൻറ്റേർണൽ ക്രാക്സ് അത് ഉണ്ടാവുകയും ചെയ്യും. ആ ഇൻറ്റേർണൽ ക്രാക്സ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് അക്വാസ്റ്റിക് എമിഷൻ വേവ്സ് പ്രൊഡ്യൂസ് ആകും. അതായത് സൗണ്ട് വേവ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അക്വാസ്റ്റിക് എമിഷൻ വേവ്സ് പ്രൊഡ്യൂസ് ആകും. ഈ വേവ്സിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ് ഈ അക്വാസ്റ്റിക് എമിഷൻ സെൻസർ എന്ന് പറയുന്ന ഈ ചെറിയ സെൻസേഴ്സ് അത് വെച്ചിട്ടുള്ളത്. ഈ സെൻസേഴ്സ് എന്ന് പറയുന്ന മേ ബി പീസോ ഇലക്ട്രിക് സെൻസറോ അല്ലെങ്കിൽ എന്തെങ്കിലും സെൻസർ ആയിരിക്കാം. അത് ഉപയോഗിച്ചാണ് ഈ സൗണ്ടിനെ ക്യാപ്ചർ ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ അക്വാസ്റ്റിക് എമിഷൻ, നിങ്ങൾ സൗണ്ട് എന്ന് പറയേണ്ട, അക്വാസ്റ്റിക് എമിഷൻസ് ആ വേവ്സിനെ ക്യാപ്ചർ ചെയ്തെടുക്കുന്നത്. ആ വേവ്സ് ക്യാപ്ചർ ചെയ്തെടുത്താൽ അതിനെ ബേസ് ചെയ്ത് ഇൻറ്റേർണൽ ക്രാക്സ് എത്രത്തോളം ഉണ്ടായി, എപ്പോഴാണ് ഉണ്ടായത്, ഏത് പൊസിഷനിലാണ് ക്രാക്ക് ഉണ്ടായത് എന്നൊക്കെ ഈസി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ അതാണ് ഈ അക്വാസ്റ്റിക് എമിഷൻ സെൻസേഴ്സിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഈ അക്വാസ്റ്റിക് എമിഷൻ സെൻസേഴ്സ് നിങ്ങളുടെ എയർ വാക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് വെച്ച് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റെസൊണൻസ് മോഡലും വൈഡ് ബാൻഡ് വിത്ത് മോഡലും. ഇതിൽ റെസൊണൻസ് മോഡൽ എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്ന അക്വാസ്റ്റിക് എമിഷൻ സെൻസർ എന്ന് പറഞ്ഞാൽ അത് ഹൈലി സെൻസിറ്റീവ് ആണ്. പക്ഷേ ഒരു സെർട്ടൺ ഫ്രീക്വൻസിയിൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. അതായത് ഒരു സെർട്ടൺ ഫ്രീക്വൻസിയിലുള്ള അക്വാസ്റ്റിക് എമിഷൻസ് മാത്രമേ അത് ക്യാപ്ചർ ചെയ്യത്തുള്ളൂ. പക്ഷേ വളരെ ഹൈലി സെൻസിറ്റീവ് ആണ്. പക്ഷേ ഈ വൈഡ് ബാൻഡ് വിത്ത് മോഡൽ എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി ഉള്ളതാണ്. പക്ഷേ അതിന് വളരെ വൈഡായിട്ടുള്ള ഒരു ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ് അത് സപ്പോർട്ടഡ് ആണ്. അതായത് കൂടുതൽ ഫ്രീക്വൻസീസ് സപ്പോർട്ടഡ് ആണ്. അതിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ബേസ് ചെയ്താണ് ഏത് കാറ്റഗറി ഓഫ് അക്വാസ്റ്റിക് എമിഷൻ സെൻസർ യൂസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുക. നമുക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും 2 കാറ്റഗറി ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, റെസൊണൻസ് മോഡലും വൈഡ് ബാൻഡ് വിത്ത് മോഡലും. പിന്നെ ഈ അക്വാസ്റ്റിക് എമിഷൻ സെൻസേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ഒരു 4-5 എണ്ണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ടെസ്റ്റിംഗ്, അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ക്രാക്സ് ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രോഡക്റ്റ് ടെസ്റ്റിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ടൂൾ മോണിറ്ററിംഗ്, സേഫ്റ്റി മോണിറ്ററിംഗ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ്, പിന്നെ ഡയഗ്നോസിക്സ് ഓഫ് ദി ഇൻറ്റഗ്രിറ്റി ഓഫ് ലാർജ് സ്ട്രക്ചേഴ്സ്, അതും സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡാണ്. അപ്പം അങ്ങനത്തെ ഒക്കെ കാര്യത്തിനാണ് ഈ അക്വാസ്റ്റിക് എമിഷൻ സെൻസേഴ്സ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്. ഇത് 10 മാർക്സിന് ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ 4 മാർക്കിനായിരിക്കും. അപ്പോൾ എഴുതാനായിട്ട് തിയററ്റിക്കലായിട്ട് കുറച്ച് കാര്യം പഠിച്ചുകൊണ്ട് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ല കൂടുതൽ സെൻസേഴ്സിനെ, ഈ അക്വാസ്റ്റിക് എമിഷൻ സെൻസേഴ്സിനെ പറ്റി പഠിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് അക്വാസ്റ്റിക് എമിഷൻ സെൻസർ എന്ന് പറയുന്ന ടോപ്പിക്ക്. ബാക്കി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.